ബിഗ് ബോസ് സീസൺ 7 ഇന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ എന്ന് ഞാൻ പറയുന്നില്ല. റീസെൻ്റായിട്ട് ഞാൻ എല്ലാ എപ്പിസോഡുകളും കണ്ടു, എന്നാൽ റിവ്യൂ അപ്ലോഡ് ചെയ്തിരുന്നില്ല. ഇന്ന് കുറേയധികം സംഭവവികാസങ്ങൾ ഹൗസിൽ നടന്നതായിട്ട് ചില വാർത്തകളൊക്കെ കേട്ടു. ഷാനവാസിന് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട്, അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അതൊരു പ്രശ്നമാണ്, സീസണിലെ ഒരു പ്രശ്നമാണ്. അത്ര ഫിറ്റല്ലാത്ത ഒരാൾ വന്ന് പെട്ടത്. അതിപ്പോൾ ഇവർ അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ ഷാനവാസ് ഇവരോട് പൂർണ്ണമായിട്ട് കാര്യങ്ങൾ വെളിപ്പെടുത്താതെ വന്നതാണോ എന്നുള്ളതിനെക്കുറിച്ചിട്ട് എനിക്കറിയില്ല. നോർമലി ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു അറ്റാക്കൊക്കെ കഴിഞ്ഞ ഒരാളെ ഇതുപോലൊരു ഗെയിം ഷോയിൽ പങ്കെടുപ്പിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ അവസ്ഥകളെ കുറിച്ചിട്ട് വെളിപ്പെടുത്താതിരുന്നതായിരിക്കാം കാരണം. അല്ല എന്നുണ്ടെങ്കിൽ അത് ഷോയുടെ ഭാഗത്തു നിന്ന് വരുന്ന വലിയൊരു മിസ്റ്റേക്കാണ്, അങ്ങനെ ഒരു കണ്ടീഷനുള്ള ഒരാൾ ഇതിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത്. ഈ ഷാനവാസിനെയൊക്കെ നമ്മൾ പലപ്പോഴായി ഈ ഷോയിൽ നിന്ന് പേഴ്സണലായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ കുറേയൊക്കെ. അപ്പോൾ അദ്ദേഹം ഒരു ലക്ഷ്യമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും കുടുംബം സുരക്ഷിതമാവേണ്ടതിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. അപ്പോൾ അതിനുവേണ്ടി വല്ലാതെ കഷ്ടപ്പെടാൻ വേണ്ടി റെഡിയായിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അക്ബറിനോട് വളരെ ഇമോഷണലായിട്ട് ആ ഒരു കാര്യങ്ങൾ പങ്കുവെച്ച സമയത്തൊക്കെ നമുക്കത് ഏകദേശം മനസ്സിലായതാണ്. പുള്ളി അതിനെക്കുറിച്ചിട്ട് വല്ലാതെ വറി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും തനിക്ക് സംഭവിക്കാം, സൂക്ഷിച്ച് കളിക്കണം അല്ലെങ്കിൽ സൂക്ഷിച്ച് പോകണം എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് റിസ്ക് ആണ്. നെവിൻ കാണിച്ച പരിപാടി സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന ഒരു പരിപാടിയാണ്. അത് ഷാനവാസിനോട് കാണിച്ചതുകൊണ്ടാണ് വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ നിലവിൽ മാറിയിരിക്കുന്നത്. ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു, പല ആളുകൾക്കും അങ്ങനെയുള്ള വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നെവിൻ 2 ദിവസങ്ങളിൽ വളരെയധികം ഓവറായിരുന്നു. വളരെയധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെറുപ്പിച്ച് ഒരു സൈഡിലാക്കുന്ന തരത്തിലേക്കുള്ള ഓവർ. നിങ്ങൾക്കറിയാം, ഈ നെവിൻ്റെ ക്യൂട്ട്നെസ്സും മെഴുകലുകൾ അല്ലെങ്കിൽ നെവിൻ്റെ ചില ഓവറാക്കൽ പരിപാടികൾ പേഴ്സണലി എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പല വീഡിയോസിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാതിരുന്നിട്ട് ഇന്ന് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ദിവസങ്ങളിൽ നെവിൻ കാണിച്ച പരിപാടി കണ്ടിട്ട് എനിക്ക് എത്രത്തോളം വെറുത്തിട്ടുണ്ട് എന്നുള്ളത് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത്ര ഓവറായിരുന്നു. നെവിനും അനുമോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വെള്ളമൊഴിക്കുന്ന ആ ഒരു പരിപാടി, ഷാനവാസിൻ്റെ ഇന്നത്തെ പരിപാടി എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നെവിൻ കംപ്ലീറ്റ്ലി ഒരു റെഡ് ലൈനിൽ നിൽക്കുകയാണ്. ആദ്യഘട്ടങ്ങളിൽ ഞാൻ വിചാരിച്ചു നെവിന് കാര്യമായിട്ടുള്ള പേടിയൊന്നുമില്ല, പ്രേക്ഷകരെ നോക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടെയുള്ള എക്സിസ്റ്റൻസ് നോക്കുന്നില്ല, വരിക പുള്ളിയുടെ സന്തോഷങ്ങളൊക്കെ ഒന്നും കോംപ്രമൈസ് ചെയ്യാതെ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് മുന്നോട്ടേക്ക് പോവുക, എപ്പോഴെങ്കിലും പുറത്ത് പോവുക, ആ ഒരു മൈൻഡാണ് എന്ന്. പക്ഷേ കഴിഞ്ഞ ദിവസം അക്ബറിനോടൊക്കെ പറഞ്ഞ സമയത്ത് ആ ഒരു എവിക്ഷനുമായി ബന്ധപ്പെട്ട് പുള്ളിക്കൊരു പേടിയുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എല്ലാവരും സീരിയസ് ആയിട്ട് ഗെയിമിനെ നോക്കി കാണുന്നുണ്ട്. നെവിന് ഈ പേടിയോടൊപ്പം ഒരു ഹോപ്പ് വന്നിട്ടുണ്ട്. പണ്ട് ഈ ഹോപ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പേടിയില്ലാതെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ഹോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. താനൊരു എൻ്റർടൈനറാണ്, അതുകൊണ്ടാണ് താൻ ഇവിടെ നിൽക്കുന്നത്. ബാക്കിയുള്ള പല ആളുകളും താൻ മികച്ച ഗെയിമേഴ്സ് എന്ന് വിചാരിച്ച് പല ആളുകളും പുറത്തു പോയി താൻ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നെവിൻ്റെ ഒരു ഡൗട്ടും ഉണ്ട്. ഈ ഹോപ്പ് വന്നു, അതേപോലെ തന്നെ പേടി വന്നു, ഒരു ഡൗട്ടും ഉണ്ട്. ഇതിലേത് ഗെയിമാണ്, താൻ ആർക്കെതിരെ കളിച്ച കളിയാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്? നെവിൻ എത്രയോ ആളുകളെ ടാർഗറ്റ് ചെയ്തിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ അനുമോളിൽ എത്തി നിൽക്കുകയാണ്. അനുമോളിൽ എത്തി നിൽക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അനുമോൾ തിരിച്ച് കാര്യമായിട്ട് തന്നെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ നെവിൻ പ്രൊവോക്ഡ് ആയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് നെഗറ്റീവിലേക്ക് പോകും. അങ്ങനെ നെഗറ്റീവിലേക്ക് പോയ ഒരു കണ്ടസ്റ്റൻ്റാണ് നെവിൻ. ഇനി അക്ബറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വാളെടുത്തവൻ വാളാൽ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഗ്രൂപ്പ് തുടങ്ങിയവൻ ഗ്രൂപ്പ് കൊണ്ട് തന്നെ ഇല്ലാതാവുന്ന കാഴ്ചകൾ. ഇപ്പോൾ അക്ബർ, നെവിൻ, ആര്യൻ 3 ആളെയും ക്യാപ്റ്റൻസി കൊടുത്ത് ബിഗ് ബോസ് അങ്ങ് കാര്യമായിട്ട് അങ്ങോട്ട് ബഹുമാനിച്ചു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചകളിലേക്ക് ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉണ്ടായിരുന്നത് അക്ബറിനൊരു കപ്പ് എന്നുള്ള രീതിയിൽ ഗെയിം പോകുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ 3 ആൾക്കാരെയും ഈസിലി ഈ ഒരു ഘട്ടത്തിൽ നെഗറ്റീവ് ആക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കാതിരുന്നു കഴിഞ്ഞാൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ക്യാപ്റ്റൻസി കൊടുക്കൽ എന്നൊക്കെ പറയുന്നത്. ആര്യൻ മരിച്ച് കിടന്ന് ടിക്കറ്റ് ടു ഫിനാലേക്ക് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ക്യാപ്റ്റൻസി കിട്ടുന്നത്. ആരുടെ കൂടെയാണ്? നെവിൻ്റെ കൂടെയാണ്. ഇതൊരു ഗ്രൂപ്പൊക്കെ ആണെന്ന് പറഞ്ഞാലും അക്ബറിന് ഈ ഗ്രൂപ്പിൽ കാര്യമായിട്ടുള്ള റോളൊന്നുമില്ല. നെവിൻ്റെ ഒരു അതിപ്രസരാണ്. നെവിനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നെവിൻ അന്ന് അനുമോള് ഭക്ഷണത്തിൻ്റെ കണക്ക് പറഞ്ഞ സമയത്ത് കുക്ക് ചെയ്യാം എന്നുള്ളൊരു വാഗ്ദാനം കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൈയടിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവർ ക്യാപ്റ്റൻസ് ആയിട്ടും ആ ഒരു കിച്ചൺ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് അത് പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ കൈയടികൾ കൊടുക്കുന്നില്ല. നെവിൻ്റെ സ്വന്തം കാര്യം എന്ന് പറയുന്ന ചിന്തയുള്ളൂ. ആ ഒരു സ്വന്തം കാര്യം ചെയ്യാൻ വേണ്ടി ക്യാപ്റ്റൻസി നെവിൻ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന സമയത്ത് സൈഡിൽ നിന്ന് പണി വാങ്ങുന്ന ആളുകളാണ് അക്ബറും ആര്യനും. ഇവിടെ അക്ബറിനും ആര്യനും പറ്റുന്ന വേറൊരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം
അവർ ഈ ഗ്രൂപ്പിലായതുകൊണ്ട് അവർ പല കാര്യങ്ങൾക്ക് എതിരെ നിലപാടുകൾ പറയുന്നില്ല. ഇപ്പോൾ നെവിൻ്റെ ആക്റ്റുകൾ, ഹൗസിലെ ഡ്യൂട്ടീസ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ പ്രോപ്പറായിട്ട് ഡ്യൂട്ടി ചെയ്തെങ്കിലല്ലേ ബാക്കി കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇവർക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിലൊന്നും നിലപാടുകൾ പറയുന്നില്ല. അതേപോലെ ആദ്യഘട്ടങ്ങളിൽ എങ്ങനെയാണ് അക്ബർ ശ്രദ്ധേയനായത്? അക്ബർ ചെറിയ കാര്യങ്ങൾ പോലും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അലമ്പുണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പോയി അതിൽ ഇടപെട്ട് വലിയ പ്രശ്നങ്ങളാക്കി മാറ്റും. അതൊരു ഒരു ഒരു ചർച്ചയാക്കി മാറ്റും. അതിൽ അക്ബറിന് ഒരു നിലപാട് പറയാനുണ്ടാവും. അക്ബർ അതിൻ്റെ കൂടെ നിൽക്കും. ആര്യൻ ജിസേൽ ഇഷ്യൂ, അല്ലെങ്കിൽ പണ്ട് നമുക്കറിയത്തില്ല, അക്ബർ ഇങ്ങനെ അവിടെ നിന്ന് നേരെ ഇങ്ങനെ എഴുന്നേറ്റ് പോയിട്ട് അലമ്പുണ്ടാക്കുന്ന ഒരാളായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നുമില്ല. അക്ബർ വെറുതെ മിണ്ടാതിരിക്കുകയാണ്. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം അക്ബർ സ്ട്രോങ് ആയിട്ട് നിലപാട് പറയേണ്ട സാഹചര്യമുണ്ട്. പക്ഷെ അവിടെയൊക്കെ അക്ബർ ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അതെന്തിനാണ് എന്നുള്ളത് അറിയത്തില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, പോസിറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവസാന ആഴ്ചകളാണ് പല ആളുകളും ഇങ്ങനെ തങ്ങളുടെ പൊസിഷനൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ സേഫായിട്ട് പോവേണ്ടിയിരുന്നൊരു സാഹചര്യമാണ്. അതിനെ മൊത്തത്തിൽ ഒന്ന് അലമ്പാക്കി എടുക്കാനായിട്ട്, ഒരു ബഹളത്തിലേക്ക് എത്തിക്കാനായിട്ട് നെവിൻ്റെ പരിപാടി കൊണ്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് നെവിൻ സ്വയം ഹോമിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നെവിനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു കാര്യം എടുത്ത് പറയേണ്ടതുണ്ട്. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ജനറലായിട്ട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ള, കൂടുതലായി ആളുകൾ ഈവൻ പെണ്ണുങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ചില വിലയിരുത്തലുകളുണ്ടല്ലോ. എത്രത്തോളം എനിക്ക് ശരിയാണെന്നുള്ളതൊന്നും അറിയത്തില്ല. എന്നാലും എനിക്ക് അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട്. ഈ പെണ്ണുങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും ആണുങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും അതിൻ്റെ ഒരു ബോണ്ടിൻ്റെ കാര്യത്തിൽ വളരെ ഡിഫറെൻ്റ് ആണ് എന്ന്. ഇപ്പോൾ ഈ അനുമോൾ, ആദില, നൂറ ഇവർ ഭയങ്കര ഫ്രണ്ട്സാണ് പുറമേ നോക്കുന്ന സമയത്ത്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യമായിട്ട് ഗെയിം കളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വിയോജിപ്പുകൾ പ്രകടിപ്പിക്കും. ഗ്രൂപ്പ് ആയതുകൊണ്ട് ഗ്രൂപ്പിന് വേണ്ടിയൊന്നും ഒരു കോംപ്രമൈസും ചെയ്യില്ല. എന്നാൽ ആണുങ്ങളുടെ ഫ്രണ്ട്ഷിപ്പോ, ഈ ബിഗ് ബോസ് ഹൗസിലാണെങ്കിലും ബാക്കിയുള്ള എല്ലാ സീസണും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ബോണ്ടാണ്. ഇവർ ഇപ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ, ആണുങ്ങൾ അങ്ങനെയാണല്ലോ, കൂട്ടത്തിലുള്ള ഒരാൾ തെറ്റ് ചെയ്തെങ്കിൽ പോലും അവരുടെ കൂടെ നിൽക്കും. ഈ സീസണിലാണെങ്കിൽ ആദ്യം ഒന്നിയിലുണ്ടായിരുന്നു, അപ്പാനി അക്ബർ ഉണ്ടായിരുന്നു. എല്ലാവരും ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് വളരെ ആത്മാർത്ഥതയോടെ ഫ്രണ്ട്സിനെ ചേർത്ത് നിർത്തിയിട്ടാണ് കളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് തന്നെയാണ്. അക്ബറും ആര്യനും അതേപോലെ തന്നെ നെവിനും ഒക്കെ ഒരു ടീമായിട്ട് അങ്ങ് ബോണ്ടായി പോവുകയാണ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാല് വെട്ടാനായിട്ടൊക്കെ വലിയ മടിയാണ്. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എപ്പിസോഡ് 81 സമയത്ത് ഫുഡില്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. മിനിഞ്ഞാന്ന് വൈകിയാണ് ഭക്ഷണം കൊടുത്തത്. അതുകൊണ്ട് രാവിലെ ആർക്കും വിശക്കില്ല എന്ന് വിചാരിച്ചു, ആരും ചോദിച്ചില്ല. അതായിരുന്നു അക്ബറിൻ്റെയൊക്കെ ഒരു ന്യായം. ഈ ഗ്രൂപ്പിൽ അക്ബർ കുറച്ചും കൂടെ ന്യായം പറയും, ആര്യൻ കുറച്ചും കൂടെ സോറ് പറയും, കൺവിൻസ് ചെയ്യും. നെവിൻ സ്റ്റേണായിട്ട് പറയും ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, വേണമെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതി. ഈ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് എന്തോ സ്വേച്ഛാധിപതി അധികാരം പണ്ട് ഗെയിമിൽ കിട്ടിയതുപോലെയുള്ള ഒരു സംഗതിയായിട്ടാണ് നെവിൻ നോക്കി കാണുന്നത്. നെവിൻ അതുകൊണ്ട് തന്നെ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഷാനവാസും അനുവും നൂറയും ആദിലൊക്കെ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഭക്ഷണം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട അതൃപ്തികൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാൽ നൂറ, ഷാനവാസാണ് ഏറ്റവും കൂടുതൽ നല്ല പവറായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾക്കെതിരെ പ്രതികരിച്ചേണ്ടത്. കാര്യം ഇപ്പോൾ പ്രോട്ടീൻ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടി മുട്ടയും പാലുമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ അടിച്ചു മാറ്റി പല ആളുകളും കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ ക്യാപ്റ്റൻസി, കിച്ചൺ, അതേപോലെ തന്നെ ഗ്രൂപ്പായിട്ട് ഓരോ ഹൗസ് ഡ്യൂട്ടികൾ ചെയ്യുക എന്നതിലൊരു ഗെയിമൊക്കെ ഉണ്ട്. അത് വൃത്തിയായിട്ട് ചെയ്യേണ്ടതാണ്. എനിക്ക് തോന്നുന്നു അവസാനത്തെ ആഴ്ചയുടെ കോൺഫിഡൻസ് ആയിരിക്കാം ഇവർ അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നൂറയ്ക്ക് മരുന്ന് കഴിക്കേണ്ടതുണ്ട്, ഷാനവാസിന് മരുന്ന് കഴിക്കേണ്ടതുണ്ട്. ഈ ഒരു മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് പറയുന്നുണ്ട്. പിന്നെ ക്യാപ്റ്റൻസി ഇവർ കൈയടക്കിയ സമയത്ത് തന്നെ അനീഷിന് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു. സ്റ്റോർ റൂമിൽ പോയിട്ട് മരുന്ന് എടുത്തുകൊണ്ട് വന്നോ, അതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ തരണം. അതിനവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് പെറുപെറുക്കുന്ന അനീഷിനെ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിലാണോ മിനിങ്ങാന്നത്തെ എപ്പിസോഡിലാണോ കണ്ടത്? അതൊക്കെ അനീഷിൻ്റെ പതിവ് ക്രിഞ്ചൻ ഓവർ പരിപാടികളൊക്കെ. ശരിക്കും ഈ പറയുന്ന സാഹചര്യങ്ങൾ കൊണ്ട് അനീഷിന് റിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ള പുറത്തുള്ള വോട്ട് അവിടെ സേഫായിട്ടിരിക്കും. കാരണം ബാക്കിയുള്ള ആളുകളുടെ ബഹളങ്ങൾക്കിടയിൽ വളരെ സാധാരണക്കാരനായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്ന അനീഷിൻ്റെ സ്ഥിരം ഫാൻസിന് ഇനിയിപ്പോൾ വെറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അങ്ങനെയാണ് ഗെയിമിൻ്റെ ഒരു അവസ്ഥ. ഷാനവാസിൻ്റെ പോസിറ്റീവ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസും ഗെയിമൊക്കെ പഠിച്ചു. കയ്യിൽ നിന്ന് ഇനി വലിയ കാര്യമായിട്ടുള്ള പാകപ്പഴയൊന്നും വരാനായിട്ടുള്ള സാധ്യതയില്ല. ഷാനവാസ് ഇപ്പോൾ ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യമായിരിക്കും. ഷാനവാസ് ഇപ്പോൾ കാര്യമായിട്ടുള്ള കാര്യത്തിലേക്ക് ഇടപെടുന്നുള്ളൂ. പിന്നെ ഈ നെവിനെ പ്രൊവോക്ക് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഷാനവാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഈ നെവിനെ എടി എന്നൊക്കെ വിളിക്കുന്നു. അതേപോലെ തന്നെ അയാളുടെ ആ ഒരു ജെൻഡർ വെച്ചിട്ട് അയാൾ അപമാനിക്കുന്നു. അത് അനുമോളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഷാനവാസിനും അനുമോൾക്കുള്ള ഫാൻസ് എന്ന് പറയുന്നത് ഒരിക്കലും മറ്റാരിലേക്കും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയില്ലാത്ത ഫാൻസാണ്. കാരണം അവർ കുറച്ചും കൂടെ മറ്റേ കുലസ്ത്രീ കുലപുരുഷ ചിന്താഗതിയുള്ള ആളുകളാണ്. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻറ്റും ബിഗ് ബോസ് ഹൗസിൽ വേറെ ഇല്ല. ഇപ്പോൾ പെണ്ണുങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ ആദില, നൂറ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും
ഷാനവാസിൻ്റെയും അനുമോളുടെയും ഫാൻസ് അവരിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ അതൊക്കെ അവിടെ റിസർവ്ഡ് ആണ്. പിന്നെ അനീഷിൻ്റെ ഫാൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു വലിയ മെജോറിറ്റി മറ്റേ കോമണർ സാധാരണക്കാരൻ എന്ന ആളുകളാണ്. അവർക്കും ഇപ്പോൾ ബാക്കിയുള്ള ആളുകളിലേക്ക് ആരാധന മാറിപ്പോവേണ്ട സാധ്യതയൊന്നുമില്ല. ഏറ്റവും റിസ്ക് ആയിട്ട് നിൽക്കുന്നത് ഇവരുടെ കാര്യം തന്നെയാണ്, അക്ബർ, ആര്യൻ, അതേപോലെ തന്നെ നമ്മുടെ നെവിൻ. കാരണം ഇവർ ആളുകളുടെ ഇഷ്ടം ഇങ്ങനെ ചില സാഹചര്യങ്ങൾ കൊണ്ട്, ഗെയിമിലെ ചില സാഹചര്യങ്ങൾ കൊണ്ട് പിടിച്ച് വാങ്ങിയ ആളുകളാണ്. അത് നഷ്ടപ്പെടാനായിട്ടും വളരെ ഈസിയാണ്. കാരണം പിന്നീട് വന്നേറുന്ന ആരാധനയാണല്ലോ. ബാക്കിയുള്ള ആളുകൾക്ക് വന്നപ്പോൾ തന്നെ ഓരോരോ ആനുകൂല്യങ്ങളുടെ പേരിലുള്ള ആരാധനയുണ്ട്. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നെവിൻ്റെ പരിപാടികൾ നമുക്കറിയാം. നെവിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ നെവിൻ അവിടെ ബ്രെഡും പാലും ഒക്കെ കഴിക്കുന്നുണ്ട്. അത് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. കിച്ചണിൽ ഭക്ഷണം ഇല്ല എങ്കിൽ കൂടെ ബാക്കിയുള്ള ആളുകൾക്ക് കിച്ചണിൽ കയറി സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനായിട്ടുള്ള സാഹചര്യമൊന്നുമില്ല. അതിപ്പോഴും വലിയ പ്രശ്നമാണ്. അത് വലിയ പ്രശ്നമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. എന്നാൽ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് കട്ടെടുക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കായികക്ഷമത വേണ്ട എൻഡ്യൂറൻസ് ടാസ്കുകളാണ്. ആളുകളുടെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ ക്ഷയിച്ച് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഷാനവാസിനെ ആ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടതും ഇന്ന് രാവിലെ അനീഷ് ഹെൽത്ത് ഡൗൺ ആയിട്ട് ഇരുന്ന് പോയതുമൊക്കെ ഈ ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ആദിലൊക്കെ മറ്റേ ആ ഒരു കുരിശേ കിടക്കുന്ന ടാസ്ക് അല്ലേ, അതിൽ തലകറങ്ങിയൊക്കെ താഴെ വീഴുന്നത് നമ്മൾ കണ്ടതാണ്. ആര്യനും അക്ബറിനും ഒക്കെ നെവിൻ്റെ ആക്ട് പല സാഹചര്യങ്ങളിലും യോജിക്കാൻ പറ്റുന്നില്ല. ഒറ്റയ്ക്ക് അവർ ആ ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് അവർക്ക് കുറ്റബോധമുണ്ട്, എന്നാൽ നിലപാടെടുക്കാനായിട്ട് പറ്റണില്ല. നിലപാടെടുക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നെവിൻ അതിനെതിരെ പ്രതികരിക്കും. അതേപോലെ തന്നെ അവർക്ക് മൊത്തത്തിൽ അവരുടെ എക്സിസ്റ്റൻസ് ബാക്കിയുള്ള ആളുകളുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകത്തില്ല. ഇത് തന്നെയാണ് അഭയസ്ഥാനം. അങ്ങനെ ഗ്രൂപ്പായിട്ട് കളിച്ച് മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ബോധം ഉള്ളതുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങി നിൽക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു കറി വെച്ചിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് നെവിൻ്റെ ഒരു ഉത്തരവ് എന്ന് തന്നെ പറയേണ്ടി വരും. കറി പലതൊന്നും വയ്ക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നു. ഇതിന് ശേഷമുള്ള ചില ചോദ്യം ചെയ്യലുകൾ, അനിമോൾ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അവിടെയൊക്കെ നെവിൻ വീണ്ടും ചില മോശമായിട്ടുള്ള ആക്ടുകൾ, മുഖത്തേക്കൊക്കെ ഊതുന്നു. ശരിയാണ്, അനുമോളിങ്ങനെ അടുത്ത് വന്ന് വഴക്കൊക്കെ ഉണ്ടാക്കിയതാണ്. എന്നാലും ഒരാളിലേക്ക് ഇങ്ങനെ വളരെ മോശമായിട്ട് എത്ര കോൺഫിഡൻ്റ് ആയിട്ടാണ് അയാൾ ഊതുന്നത്. സിഗരറ്റ് വലിച്ച വാ കൊണ്ട് ഊതുന്നു. അതൊക്കെ ബാക്കിയുള്ള ആളുകൾക്ക് അൺകംഫർട്ടബിൾ ആവുന്ന ഒരു കാര്യമല്ലേ. അവിടെ തൊട്ട് നെവിൻ്റെ ആ ഒരു വെറുപ്പിക്കൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷം ടിക്കറ്റ് ടു ഫിനാലയുടെ അടുത്ത ടാസ്ക് ആയിരുന്നു. അത് രസമുള്ള ഒരു ടാസ്ക് ആയിരുന്നു. എല്ലാം ഈ കൈകൊണ്ട് താങ്ങുക അല്ലെങ്കിൽ കൈയുടെ ക്ഷമത അതൊക്കെ അനുസരിച്ചിട്ടുള്ള ടാസ്കുകളായിരുന്നു. ഈ മുകളിൽ നിന്ന് ഇങ്ങനെ തുറക്കാറായി നിൽക്കുന്ന വിൻഡോ ഇങ്ങനെ താങ്ങി നിർത്തുക, അതിന് മുകളിൽ ഇങ്ങനെ കുറച്ച് പൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് തുറന്നു പോയി കഴിഞ്ഞാൽ അയാൾ ഔട്ട്. ഏറ്റവും കൂടുതൽ ഇത് ഹോൾഡ് ചെയ്ത് നിർത്തണം. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആര്യനും നൂറയൊക്കെ തമ്മിൽ. അപ്പോൾ അവിടെ അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് നെവിൻ ആദ്യം തന്നെ, അയാൾക്ക് വയ്യല്ലോ, അയാളുടെ കൈക്ക് നല്ല ഭാരം, ശരീരത്തിന് നല്ല ഭാരം, ഒട്ടും കായികക്ഷമത ഇല്ല, അല്ലെങ്കിൽ കായികമായിട്ടൊന്നിലും ഇടപെടുന്നൊന്നുമില്ല. പുള്ളിക്ക് ആ ഒരു ഭക്ഷണത്തിൻ്റെയും ഇവിടെ വന്നിട്ട് വെയിറ്റ് കൂടിയതിൻ്റെ എല്ലാ പ്രശ്നങ്ങളുണ്ട്. അവിടെ മറ്റേ നെവിൻ, അനുമോൾ പറയുന്നത് കറക്റ്റാണ്. ആ ഒരു പ്രസവ വേദന കാണിക്കുന്ന പരിപാടി, എപ്പോഴും ആ ഒരു പ്രസവ വേദന കാണിക്കുന്നു, അരോചകമായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നു. അത് ശരിക്കും അരോചകം തന്നെയാണ്. നമുക്ക് അരോചകം എന്ന് പറയുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ. ഭയങ്കര ബഹളവും അലർച്ചയും പരിപാടിയൊക്കെയാണ്. അപ്പോൾ ആ ഒരു വേദനയൊക്കെ പുള്ളിക്ക് താങ്ങാൻ വയ്യാത്തതുകൊണ്ട് പുള്ളി ആദ്യം അങ്ങോട്ട് ഔട്ടായി പോകുന്നു. പുള്ളിക്ക് അങ്ങനെ കഷ്ടപ്പെട്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അനുമോളെ ടാർഗറ്റ് ചെയ്യുകയാണ്. ബോൾ എടുത്തിട്ട് അനുമോളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് എറിയുന്ന പോലെ തന്നെ നമുക്ക് തോന്നാം. അങ്ങനെ ബാക്കിയുള്ള ആളുകളും എറിയുന്നുണ്ട്. ഷാനവാസ് ആദ്യം തന്നെ റിസ്ക് എടുക്കാതെ പുറത്തേക്ക് വന്നു. ഇപ്പോൾ ഷാനവാസ്, അനീഷ്, ആദിലയൊക്കെ മാന്യമായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആദിലയൊക്കെ എനിക്ക് തോന്നുന്നു പൊതുവെ നേരത്തെയൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ട് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഇടപെടേണ്ടിയിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷേ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഇത്ര വരെ എത്തിയില്ലേ, ഇനി മാന്യമായിട്ട് നിന്നേക്കാം എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് ഡീസൻ്റ് ആയിട്ടാണ് പെരുമാറുന്നത്. പതിവില്ലാത്തൊരു ഡീസൻസി ആദിലയുടെ ഭാഗത്ത് നിന്ന് ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. നല്ലതാണ്. ഇപ്പോൾ ആദില, അനുമോള്, നൂറ് അവരിവിടെ വരെ എത്തിയില്ലേ. അക്ബർ പറഞ്ഞതുപോലെ ആ കൊച്ച് പാവം അനുമോൾ കപ്പ് എടുത്തോട്ടെ, മറ്റേ ഡ്രാമയാണ് എന്നുണ്ടെങ്കിലും അവരിതുവരെ എത്തിയില്ലേ. ഞാനതാണ് വിചാരിക്കുന്നത്. ഈ മൂന്നാളുകൾ ഇവിടെ വരെ എത്തി എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അനുമോളുടെ കാര്യമല്ല, ഈ ആദില, നൂറ. ഇതിന് ശേഷം അനുമോൾ ഉറങ്ങുന്നു. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ചെറിയ രീതിയിലുണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അനുമോൾ അവിടെ ചെറിയ രീതിയിലൊന്നും മയങ്ങുന്നു, ചെറിയൊരു പവർ നാപ്പ് എടുക്കുന്നു. സ്വന്തം കട്ടിലയിൽ അങ്ങനെയൊക്കെ കിടക്കുന്ന കണ്ടസ്റ്റൻസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതെപ്പോഴും കട്ടിലായിരുന്നു സീസൺ 5 കണ്ടസ്റ്റൻസ്. അപ്പോൾ കട്ടിൽ അവരുടെ മെയിൻ ഒരു സംഗതിയാണ്. അപ്പോൾ ക്യാപ്റ്റനായിട്ടുള്ള നെവിൻ നമ്മുടെ ആര്യന് നിർദ്ദേശം കൊടുക്കുകയാണ്, കുറച്ച് വെള്ളം എടുത്തിട്ട് വാ മുഖത്ത് തെളിക്കാനായിട്ട്. ഓക്കെ, ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ എഴുന്നേൽപ്പിക്കാനായിട്ട് വേണമെങ്കിൽ വെള്ളം തെളിക്കാം. പക്ഷേ കട്ടിലിൽ നിന്ന് ഒരാളെ എഴുന്നേൽപ്പിച്ച് എങ്ങടേക്ക് വിടാനാണ്? കട്ടിൽ അയാൾക്ക് ഉറങ്ങാതെ ചാരി കിടക്കാനായിട്ടുള്ള റൈറ്റൊക്കെ ബിഗ് ബോസ് ഹൗസിലില്ലേ. ഏതായാലും അത് ഇത്തിരി മോശമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. നിവിൻ അങ്ങനെ വെള്ളം തെളിക്കുകയാണ്, അനാവശ്യമായിട്ട് വെള്ളം തെളിക്കുകയാണ്.
അപ്പോൾ അനിമോൾ റെസ്പോണ്ട് ചെയ്യുന്നു. അനിമോൾ എഴുന്നേറ്റ് ബോട്ടിലുള്ള വെള്ളം ഒഴിക്കുന്നു. നമ്മൾ ഈ വെള്ളത്തുള്ളികളുടെ അളവ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനു ഒഴിച്ചത് കൂടുതലായിരുന്നു. അതുകൊണ്ട് നെവിന് വേറെ വലിയ എന്താ പറയുന്നത് മറ്റേ സോസ്പാനകത്തുകൊണ്ടൊന്ന് വെള്ളം ഒഴിക്കാം എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ആ ഒരു പരിപാടി തുടങ്ങി വെച്ചത് നെവിനാണ്. ഇതിനകത്ത് എന്തെങ്കിലും ഗെയിമുണ്ടോ, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ഉണ്ടോ, എന്തെങ്കിലും പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടോ? ഒന്നുമില്ല. വെറുതെ ഒരു കണ്ണികടി എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് നെവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ദേഷ്യമാണ്. ദേഷ്യം വന്നതിന് പല കാരണങ്ങളുണ്ടാവാം. എനിക്ക് തോന്നുന്നു ഈ നെവിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഈ അനു നെവിൻ്റെ ആണത്തത്തെ ചോദ്യം ചെയ്യുന്നത്. വളരെ മോശമാണ്. ഇനിയിപ്പോൾ ഈ ഒരു വൈകിയ വേളയിൽ അനുമോളെ മര്യാദ പഠിപ്പിക്കാനായിട്ടോ അനുമോൾക്ക് ഉപദേശം കൊടുക്കാനായിട്ടോ ലാലേട്ടനോ ബിഗ് ബോസ് ടീമോ അല്ലെങ്കിൽ ആരും മെനക്കെടത്തില്ല, ഞാനും മെനക്കെടുന്നൊന്നുമില്ല. അനുമോളുടെ ഭാഷ എങ്ങനെയാണ്, അനുമോൾ കണ്ടിരിക്കുന്ന ലോകം അത്ര ചെറുതാണ്. അനുമോൾക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അച്ഛനും അമ്മയും തല്ലി വളർത്താത്തതുകൊണ്ടാണ് നെവിൻ ഇങ്ങനെ ആയത്. അല്ല എന്നുണ്ടെങ്കിൽ നീ ആണുങ്ങൾക്ക് ചീത്തപ്പേരാണ്, നല്ലൊരു ആണാവടാ. അനുവിൻ്റെ സങ്കല്പത്തിലുള്ള ആണെന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല. അതേപോലെ തന്നെ ഈ അനുമോളും ഷാനവാസും ഒക്കെ ഒരേ ചിന്താഗതിയിൽ പോകുന്ന ആളുകളാണ്. അതിന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വളർന്നു വന്ന സാഹചര്യം അതായിരിക്കാം, അവരുടെ ലോകവീക്ഷണം അങ്ങനെ ആയിരിക്കാം. ഈ രണ്ടാളുകളുടെ ഇൻസെക്യൂരിറ്റീസ് പലപ്പോഴും പുറത്തു വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ ഉള്ളതൊക്കെ സാധാരണ മനുഷ്യന്മാരാണ്, ഗുണ്ടകളൊന്നുമല്ല. എന്നാലും ഇവർ ഇങ്ങനെ അഭിമാനത്തോടെ ബാക്കിയുള്ള ആളുകളോട് ഇങ്ങനെ പറയും, നിങ്ങൾക്ക് പേടിയാണോ അവരെ? ഞങ്ങൾക്ക് പേടിയില്ല എന്ന് പറഞ്ഞാൽ ഇവരാരെയൊക്കെയോ പേടിച്ചിട്ടാണ് ഈ കാലഘട്ടം ജീവിച്ച് മുന്നോട്ടേക്ക് പോയത്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയാതിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് അപ്പോഴിങ്ങനെ ട്രിഗർ ആവും. ഇവരപ്പോഴേ പറയും നിങ്ങൾക്ക് പേടിയാണോ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യന്മാരെ പോലും ഏതോ രീതിയിൽ മാറ്റി നിർത്തുന്ന, പേടിയോടെ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ പേടിക്കുന്ന ഒക്കെ ഒരു പഴയ ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ. നമ്മുടെയൊക്കെ മുതിർന്ന പേരൻസ് ഉണ്ടല്ലോ, അവർക്ക് നാട്ടുകാരെ പേടി, അല്ലെങ്കിൽ ബന്ധുക്കാരെ പേടി, സഹോദരങ്ങളെ പേടി, എല്ലാവരെയും പേടിയാണ്. അങ്ങനെയുള്ള പേടിയുടെ ഒരു പഴയകാല ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഈ രണ്ടാൾക്കാരും. പോരാത്തതിന് ഇങ്ങനെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ള ഇവർ വലിയ ഇമോഷണലുമാണ്. ഏതായാലും ഈ വെള്ളം ഒഴിച്ച ആക്ട് എനിക്ക് പേഴ്സണലി യോജിക്കാൻ പറ്റുന്നൊന്നുമല്ല. പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഒരു ബെഡിലൊക്കെ കൊണ്ട് വെള്ളം ഒഴിക്കുക, വെള്ളത്തിൽ അനുമോളുടെ കാല് മുങ്ങി നിൽക്കുന്ന ഷോട്ട് കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ മോശമാണ്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന് സേഫായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ് നെവിൻ്റെ ഇഷ്യൂ. ഇവിടെ ഷാനവാസാണ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുന്നത്. അനീഷ് ന്യായം പിടിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട്. അനീഷിൻ്റെ പ്രതികരണങ്ങൾക്കൊന്നും പഴയ ഒരു പവറില്ല. എവിടെ പോയി പവർ? ശരിയാണ്, അനീഷിനൊരു പവർ പോയില്ല. അക്ബർ മറ്റേ ഒരു ലൈനാണ്, നെവിൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നെവിൻ നേരിടണം. ഞാനിതിനകത്ത് ഇനി വന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തൊന്നുമില്ല. ശരിയാണ്, അക്ബറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ശരിയാണ്. ഇപ്പോൾ ആദിലൊക്കെ നടത്തിക്കൊണ്ടിരുന്ന വെറുപ്പിക്കലൊക്കെ എന്തായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെ, അതുമൊക്കെ ആയിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് നെവിൻ്റെ പരിപാടിയും ഏകദേശം അതിനോടൊക്കെ സമാനമായിട്ടുള്ള രീതിയിൽ നിൽക്കും. അപ്പോൾ അതിൽ ഇടപെടണോ, വലിയൊരു പ്രശ്നം ആക്കണോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നൊക്കെയുള്ളൊരു ചിന്തയിലാണ് അക്ബർ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് വെറുപ്പിക്കലായതുകൊണ്ടാണ് നെവിൻ്റെ ഈ ഒരു കാര്യം നമ്മൾ എടുത്തു പറയുന്നത്. ശരിക്കും അതിലേക്ക് മറ്റേ ക്രീമൊക്കെ ആയിട്ട് നടന്ന എന്തോരം വെറുപ്പിക്കലുണ്ടായിരുന്നു ആദ്യമൊക്കെ. അനുമോളുടെ പല സ്റ്റേറ്റ്മെൻറ്റുകളും ഐഡിയോളജിയും ഒക്കെ ആദില, നൂറ എന്നിവരും ഒക്കെ ആയിട്ട് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. എന്നാലും അവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പിംഗ് ഉണ്ട്. സാബുമാൻ വലിയ അത്ഭുതത്തോടെ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ശരിക്കും അനുവിനെ എവിടെയാണ് നിർത്തേണ്ടത് എന്ന് കൃത്യമായിട്ട് അതിലേക്ക് നൂറയ്ക്കും അറിയാം. ഇപ്പോൾ നൂറ നല്ല രീതിയിൽ ലീഡ് ചെയ്യുന്നു, അത് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ബേബിക്കല്ലാതെ എന്ന് നൂറ പറയുന്ന സമയത്ത്, എടുത്ത് പറയുന്ന സമയത്ത് അനുവിനെ അങ്ങോട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ഒരു കാര്യം അവർ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു സാഹചര്യങ്ങൾ മുതലെടുത്ത് അനുമോൾ കുറച്ചൊരു ഇമോഷണൽ ലൈൻ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് സ്ഥിരം സ്ട്രാറ്റജിയാണ്, നമുക്കറിയാവുന്നതാണ്. അതൊരു സീരിയൽ മോഡ് ഓഫ് പരിപാടിയാണ്. ഒറ്റയ്ക്ക് മാറിയിരിക്കുക, 10 കട്ടിലുകളുണ്ടെങ്കിലും ഏതെങ്കിലുമൊക്കെ എടുത്ത് ചുരുണ്ടുകൂടി അയ്യോ എനിക്കാരുമില്ലേ, വഴിയറിയാത്ത ആരുമില്ലാത്ത പതികൻ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൂഡിൽ എവിടെയെങ്കിലും പോയി സൈഡാവുക. ഈ പറയുന്ന പരിപാടി അനു പിടിക്കുന്നുണ്ട്. പിന്നെ അനുവിന് തിരിച്ച് സംസാരിച്ച് നിൽക്കാനായിട്ടുള്ള പോയിന്റുകളില്ല. കാരണം ഇപ്പോൾ നിൽക്കുന്നതൊക്കെ അനുവിൻ്റെ ചുറ്റിനും നിൽക്കുന്ന ആദില, നൂറ, അവരോട് തന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അനുവിൻ്റെ ആ ഒരു ഒറ്റപ്പെടൽ പരിപാടി ഈ സീസണിൽ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ ആഗ്രഹവുമായിട്ട് വന്നിരിക്കുന്ന അനീഷിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല. അനീഷ് അവിടെ പോയി നൈസായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ പ്രത്യേകിച്ച് അനീഷിൻ്റെ ആത്മാർത്ഥതയൊന്നും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ വന്നിരിക്കണോ, പ്രശ്നമൊക്കെ സോൾവ് ചെയ്യൂ, പ്രശ്നമൊക്കെ സോൾവ് ചെയ്തിട്ട് എല്ലാവരുടെയും കൂടെ ഇടപെട്ട് നടക്കൂ, ഒറ്റപ്പെടാൻ ഞാനിവിടെ ഇല്ലേ എന്നുള്ളൊരു മൂഡാണ് അനീഷിന്. അനീഷ് അതൊക്കെ സംസാരിക്കുന്നു. പിന്നെയും ഭക്ഷണമായിട്ടുള്ള പ്രശ്നമാണ്. ഫ്ലോർ ക്ലീനിങ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് ചെയ്താലേ ഭക്ഷണം തരത്തുള്ളൂ. വെസൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് വെസൽ ചെയ്താലേ ഭക്ഷണം തരത്തുള്ളൂ. ഈ ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഏറ്റത് ഈ 3 എണ്ണമാണ്. ഭക്ഷണം പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ പണിയുടെ കാര്യത്തിൽ ചോദ്യം ചെയ്ത്, അത് എത്രത്തോളം ശരിയായിട്ടുള്ള പരിപാടിയാണ്. ഭക്ഷണം ഉണ്ടെങ്കിലേ പണിയാനായിട്ടുള്ള ആരോഗ്യമൊക്കെ ഉണ്ടാകത്തുള്ളൂ.
നൂറ് അവിടെ കൃത്യമായിട്ടുള്ള പോയിന്റുകളൊക്കെ പറഞ്ഞിട്ട് അവിടെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എന്ത് ഫയറായിട്ടാണ് നൂറ് അവിടെയൊക്കെ സംസാരിക്കുന്നത്. ശരിക്കും നൂറ ഈ ദിവസങ്ങളിൽ വല്ലാതെ ഗ്രാഫ് ഉയർത്തുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. ഒന്നാമത്തെ കാര്യം ഈ കായികക്ഷമത വെച്ചിട്ടുള്ള പരിപാടിയാണ്. അത് നൂറയ്ക്ക് നല്ല രീതിയിൽ പറ്റും. ബുദ്ധിക്ഷമത വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെയാണ് നൂറയെ പുറകോട്ട് വലിച്ചിരുന്നത്. അതിൽ മിടുക്കി ആദിലായിരുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ എൻഡ്യൂറൻസ് ഒക്കെ വന്ന സമയത്ത് നൂറ കുറച്ചും കൂടെ ഫയറായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആദിലൊക്കെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ തന്നെ വീണ് തളർന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. നൂറയൊക്കെ എത്ര നേരമാണ് നിൽക്കുന്നത്. ശരിക്കും ആരിനോടും സാബുമോനോടും ഒക്കെ ഫൈറ്റ് ചെയ്യുന്ന നൂറയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നത്. ഈ ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അതൊരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമല്ല. വലിയ ആചാരബാഹുക്കളായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ അക്ബർ, ഷാനവാസൊക്കെ എത്ര പെട്ടെന്നാണ് ഇറങ്ങി പോകുന്നത്. അനീഷിനൊന്നും പറ്റുന്നില്ല. ഏറ്റവും ലീനായിട്ടുള്ള ആളുകൾ വളരെ പവർഫുള്ളായിട്ട് കായികക്ഷമത പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാഠമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.